ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. പാൽപ്പേടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പാൽപ്പേടൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ വേറൊരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം ഒന്നും കൂടിയും ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ഒരു ബൗളിൽ നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2.5 കപ്പ് അളവിൽ പാൽപ്പൊടി ഉണ്ട്. 250 ml അളവിൽ 2.5 കപ്പ് അളവിൽ പാൽപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള മെഷറിംഗ് കപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ അളന്നെടുത്താൽ മതിയാകും. അപ്പോൾ പാൽപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ 1 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതായത് 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതി. വലിയ തരികളുള്ള പഞ്ചസാര ചേർത്താൽ അത് അലിഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ 1 കപ്പിൻ്റെ അളവിലാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഏത് കപ്പാണ് എടുത്തത് അതിൽ തന്നെ എല്ലാം അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പാലും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറാവും നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ആ ഒരു ടെക്സ്ചർ ആകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു വിസ്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായിട്ട് കിട്ടിയില്ലേ. ഇതിപ്പോൾ ഇത്രയും മതി. എല്ലാ കട്ടകളും പോയിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ച ആ പാൽപ്പൊടിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഫ്ലെയിം ഓൺ ചെയ്യാതെ നമ്മൾ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്കി പ്രോസസ്സൊന്നുമില്ല. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട് തിക്കായി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബട്ടർ ചേർക്കേണ്ട ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഓവറായിട്ടല്ല. നമുക്ക് ഈ പാനിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതി വരുമ്പോഴാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 കപ്പ് അളവിലാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അതൊന്നും യൂസ് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾ ബട്ടർ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യുക. നെയ്യാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇവിടെ തിക്കായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, പാനിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. പാനിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചർ ആകുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് 2 വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അത് ക്ലാരിറ്റി ഇല്ല, മാത്രമല്ല അതിൽ എൻ്റെ പ്രസൻറ്റേഷനൊക്കെ കണ്ടാൽ ആർക്കും തന്നെ ഇഷ്ടാവില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞിട്ടില്ല. അന്ന് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഒന്നും തന്നെ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല അതിൽ വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് പോയിട്ടൊന്ന് കണ്ട് നോക്കിയാൽ മതി. റെസിപ്പി ഇത് തന്നെയാണ് ബെസ്റ്റ്. അതിനേക്കാളും നല്ല ഈസി ഇത് തന്നെയാണ്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേറ്റിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലൊരൽപ്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചെറുതായിട്ട് ചൂട് മാറിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇതൊരു കേക്ക് പോലെ കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലുള്ള ഒരു റിങ് എടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിലും ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിൽക്ക് പേടൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരല്പം നെയ്യൊന്ന് സ്പാച്ചുലയിൽ നിന്നാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്ത ഒന്ന് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇതേ നമ്മുടെ മിൽക്ക് പേട ഇവിടെ ചൂടൊക്കെ മാറിയിട്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്